ഭവാനിയമ്മേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാനവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയും ഞാനവനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ... ഭാസ്കരേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലത്തേക്കാ ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. എന്തിനാ കുഞ്ഞെ? താമസിക്കാൻ. അതിനവിടെ വീടൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കണം. അതിനാവശ്യമുള്ളതൊക്കെ വാങ്ങി തന്നാ മതി. പൈസ എന്റെ കയ്യിലുണ്ട്. കൊട്ടാരം പോലത്തെ വീടും കളഞ്ഞ് എന്തിനാ കുഞ്ഞെ മനുഷ്യവാസം ഇല്ലാത്തത് താമസിക്കുന്നത്? ആട്ടെ, ഈ കൊച്ചേതാ? എല്ലാം ഞാൻ പിന്നെ പറയാം. എന്നാ നിങ്ങൾ വെക്കോ. അതാണ് സ്ഥലം. എന്റെ അമ്മയുടെ വക സ്ഥലമാ. നമുക്ക് അവിടെ താമസിക്കാം. അയ്യോ, ഒരു കിളിക്കുഞ്ഞു പോലും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ആരുടെയും ശല്യം ഉണ്ടാവില്ല, ആരെയും പേടിക്കും വേണ്ട. അങ്ങോട്ട് എങ്ങനെ പോവും? നമ്മുടെ വക ഒരു കൊച്ചു വള്ളമുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ, കേൾക്കണോ? രാധേ, രാധേ, നമുക്കിവിടെ ഒരു വീട് വെക്കാം. നമ്മൾ എങ്ങനെ വീട് വെക്കും? അതിനൊക്കെ വഴിയുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എനിക്കിഷ്ടപ്പെട്ടു. കാശ് തീർന്നു പോയതുകൊണ്ടാ, ഇല്ലെങ്കിൽ കുറെ കൂടെ നന്നാക്കായിരുന്നു. കാശ് തീർന്നു പോയോ? നീ കഞ്ഞിരിക്കാൻ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പട്ടിണി കിടത്തില്ല. എന്ത് ജോലി ചെയ്തും നിന്നെ ഞാൻ രക്ഷിക്കും. പിന്നെ വാചകം അടിക്കാതെ ജോലി നോക്ക്. പായസം പോലെ പെണ്ണ്
ദേവി മഹാകാളി നോവെന്ന മകനെ പിടിവിട്. എന്താ നീ എന്നെ കണ്ടത് തിരിഞ്ഞോടിയത്? ഞാനോ? അത് അവിടെ ഒരു പുൽപ്പട്ടി നിൽക്കുന്നുണ്ട്. പട്ടി എനിക്ക് വലിയ പേടിയാ. നിന്നെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. എവിടെയാണ് എന്റെ രൂപ? രൂപയോ? ഏത് രൂപ? ഏത് രൂപ? 25 രൂപ വെച്ചാൽ മറന്നുപോയാ? കാനേ കൊൻകുനാന. നിന്റെ കുങ്കുനാന. എന്താ മകനെ പെണ്ണ് അടുക്കുന്നില്ലേ? അവളെ കണ്ടവന്മാരോട് ഓടിപ്പോടാ. നിന്റെ ഒരു മന്ത്രവാദം നമ്മുടെ തല. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു. കട്ടെടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കാശ് കൊണ്ടുവരായിരുന്നു. ആരോരും ഇല്ലാത്തവനാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞു? മുട്ടനൊരു കാറും പണക്കാരനായ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. ഇപ്പോഴും ഒറ്റയ്ക്കാണോ? അല്ല, നീയുണ്ട്. നീ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ദീപു കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്തിനാ എല്ലാവരെയും പിണക്കിയിട്ട് എന്റെ കൂടെ താമസിക്കുന്നത്? മനസ്സുഖത്തിന് വേണ്ടി. വീട്ടിൽ താമസിച്ചാൽ മനസ്സുഖം കിട്ടത്തില്ലേ? നേരെ പറ ദീപു, അച്ഛനുമായി വഴക്കിട്ട് പോന്നെ എന്തിനാ? എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെക്കുറിച്ച് ആയ പറഞ്ഞ അറിവേ ഉള്ളൂ. അമ്മ സുന്ദരിയായിരുന്നു. അമ്മയെ അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഇതുവരെ ഇത് ഉണങ്ങിയില്ലേ? ഓ സാരമില്ല, അത് താനെ ഉണങ്ങിക്കോളും. നിനക്കൊരു രസം കേൾക്കണോ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു വായി നോക്കി സ്വാമി വന്നിരുന്നു. എന്തിന്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന് ഞാൻ തല്ലു കൊടുക്കാതെ പറഞ്ഞയച്ചു. കള്ളറാസ്കൽ. എന്തു പറ്റി? അവൻ പറയുകയാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത്. അല്ലേ, നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ബാബാ, അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞു എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ... ചേട്ടാ, പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അപ്പൊ ശാരദ സീരിയസ് ആണ്. ശാരദ, ചേട്ടാ, അങ്ങനെ ഒന്നും തോന്നരുത്. കൊച്ചമ്മയുടെ വയറ്റിൽ ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്നെന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട. ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും നോവിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആരും ഉപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു, രാധേ, പോയി കിടന്നുറങ്ങും. രാധേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ദീപു, എന്താ രാധേ? പട്ടിണി ഇടന്നാലും വേണ്ടില്ല, ആവുന്ന ജോലിയെ ചെയ്യാവൂ. ശരി. വേഗം വരുവാ. എന്താ, ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല,
സന്ധ്യയ്ക്കൊന്നും ഇനി വന്നാൽ മതി. എന്താ ദീപു, ജോലി കിട്ടിയില്ലേ? ഇല്ല. സാരമില്ല, നാളെ കിട്ടും. അടുത്ത് തീ പോഞ്ഞിട്ട് 3 ദിവസമായി. നാളെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കോ? നാളെ 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 നാളെയും വെറും കൈയോടെ ഇങ്ങനെ കയറി വരും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? കാര്യമൊക്കെ ശരിയാ, എന്നിങ്ങനെ പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. വയ്യെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ. ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ലേ, എന്തിനാ എന്നെ വിളിച്ചോണ്ടേ? വിളിച്ചപ്പോ നീ എന്തിനാ വന്നത്? പാചകത്തിനെ കെട്ടി വിളിച്ചോണ്ട് വന്നേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല. വെച്ച് നീട്ടിയ പോലും കിട്ടാതായി. എന്റെ മറ്റേ വർത്തമാനമൊന്നും എന്നോട് വേണ്ട. ഞാൻ പറഞ്ഞു എന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ. ചിലക്കാതിരിയടി, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. പിടിച്ചില്ലെങ്കിൽ തുപ്പിക്കള. അറ്റകുറ്റം പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. വല്ലതും തിന്നണമെങ്കിലേ ആണുങ്ങളെ പോലെ മേലെ നീ വേല ചെയ്യണം. ആഹാ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഞാനും നോക്കിക്കോളാം. എന്നെ അങ്ങ് വിട്ടേരെ. നിന്നെ ആരാണ്ട് ഇവിടെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. മനുഷ്യനെ വിളയ്ക്കാതെ പോയി ചാവടി. ആറ്റിലേ ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. നീ എങ്ങോട്ട് പോകുന്നു? എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. എനിക്കാരുമില്ല. എന്നെ പോകാൻ പറഞ്ഞില്ലേ, ഞാൻ പോയിക്കോളാം. രാധേ, എന്നോട് ക്ഷമിക്കേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ വാ. ഞാൻ വരുന്നില്ല. നീ എന്നെ വിട്ടു പോകുക രാധേ. ഇനിയും ദേഷ്യം വരുമ്പോ ഇറങ്ങി പോടിയെന്ന് പറയാനല്ലേ? ഇല്ല രാധേ, ഞാനിനി ഒരിക്കലും നിന്നോട് അങ്ങനെ പറയത്തില്ല. ഒരിക്കലും നിന്നെ കരയിക്കത്തുമില്ല. എന്താ മതിയോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ജോലി കിട്ടിയോ? കയ്യിലെന്താ?
നമുക്ക് വേവിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ല, ഒരു കഷ്ണം മതി, ബാക്കി നീ കഴിക്കും. രാവിലെ മുതൽ അരഞ്ഞു നടക്കുന്നതല്ലേ, ദീപ് കഴിക്കൂ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വഴിക്ക് വെച്ച ഒരാൾ കാപ്പി വാങ്ങിച്ചു വന്നു. നീയല്ലേ ഒന്നും കഴിക്കാതിരിക്കുന്നത്? കഴിക്കരാതെ. പാൽപ്പായസം കിട്ടിയാലും എനിക്ക് തരാതെ ദീപ് കഴിക്കില്ലെന്നറിയാം. വേല ഇറക്കാതെ അങ്ങോട്ട് തിന്നാനാ പറഞ്ഞത്. രാധേ, നിന്റെ വയറ് നിറയുമ്പോ എന്റെ വിശപ്പും മാറും. കഴിക്കരാതെ. അങ്ങനെ ഇപ്പൊ വേണ്ട. ദീപു പകുതി കഴിച്ചിട്ട് തന്നാ മതി. എനിക്ക് വേണ്ട. കഴിച്ചു ദീപു. എന്റെ പൊന്നു ദീപു അല്ലേ, കഴിക്കും. ഉം.